മെക്സിക്കോ സിറ്റിക്കടുത്തുള്ള ക്സോചിമിൽക്കോ കനാലിൽ സ്ഥിതി ചെയ്യുന്ന നിഗൂഢമായ ദ്വീപ് ആണ് ഡോൾ ഐലൻഡ്. ഈ പേര് വരാൻ കാരണം ഭയാനക അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ആയിരക്കണക്കിന് പഴക്കമുള്ള ജീർണിച്ച പാവകൾ മരത്തിൽ തൂങ്ങിക്കിടക്കുന്ന വിചിത്രമായ കാഴ്ചയിലാണ് ഈ പേരിന് കാരണം. ഡോൾ ഐലൻഡിന്റെ ഉദ്ഭവം 20-ആം നൂറ്റാണ്ടിന്റെ മധ്യത്തിലാണ് ദ്വീപിന്റെ സംരക്ഷകനായ ഡോൺ ജൂലിയൻ സാന്റാന ബാരേര എന്ന മനുഷ്യനിൽ നിന്നാണ്. ദ്വീപിന് ചുറ്റുമുള്ള കനാലിൽ മുങ്ങിമരിച്ച പെൺകുട്ടിയുടെ മൃതദേഹം സന്താന കണ്ടെത്തിയെന്നാണ് ഐതിഹ്യം. ഈ ദുരന്തത്തിൽ പ്രേരിതനായി, ഒരുപക്ഷേ അന്ധവിശ്വാസത്താൽ പ്രേരിതനായി, സന്താന വലിച്ചെറിയപ്പെട്ട പാവകളെ ശേഖരിക്കാൻ തുടങ്ങി. അവ ചവറ്റുകുട്ടകളിൽ നിന്ന് കണ്ടെത്തുകയോ ദ്വീപ് സന്ദർശിക്കുന്നവരിൽ നിന്ന് സംഭാവനയായി സ്വീകരിക്കുകയോ ചെയ്തു. ദ്വീപിലുടനീളം ഈ പാവകളെ തൂക്കിലേറ്റി മരിച്ച പെൺകുട്ടിയുടെ ആത്മാവിനെ പ്രീതിപ്പെടുത്തുക എന്നതായിരുന്നു അവന്റെ ഉദ്ദേശം. അത് ദുരാത്മാക്കളിൽ നിന്ന് രക്ഷ നേടുകയും അവളുടെ ഓർമ്മയെ ബഹുമാനിക്കുകയും ചെയ്യുമെന്ന് അയാൾ വിശ്വസിച്ചു. കാലക്രമേണ ഡോൾ ഐലൻഡ് ഒരു സർവൈവൽ ലാൻഡ്സ്കേപ്പായി രൂപാന്തരപ്പെട്ടു. എല്ലാ ആകൃതിയിലും വലിപ്പത്തിലുമുള്ള പാവകൾ അവിടെ ഉണ്ടായിരുന്നു. ഈ പാവകളിൽ പലതും പഴക്കമുള്ളവയാണ്. അതിനാൽ പല പാവകളുടെയും കൈകാലുകൾ നഷ്ടപ്പെട്ടതും വിള്ളലുകൾ സംഭവിച്ചതുമാണ്. ഈ പാവകളുടെ ഈ രൂപം വിചിത്രമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. താൻ കണ്ടെത്തിയ പെൺകുട്ടിയുടെ ആത്മാവ് പാവകളിൽ നിറഞ്ഞു നിൽക്കുന്നുവെന്നും അവരുടെ സംസാരം കേട്ട് താൻ പലപ്പോഴും അവരുമായി സംസാരിക്കാറുണ്ടെന്നും സന്താന അവകാശപ്പെട്ടു. ഭയാനകമായ അന്തരീക്ഷം ഉണ്ടായിരുന്നിട്ടും ഡോൾ ഐലൻഡ് സന്ദർശകരുടെ ഭാവനയെ കീഴടക്കി. അതിന്റെ ഭീകരമായ ആകർഷണീയതയിൽ ആകൃഷ്ടരായ വിനോദസഞ്ചാരികളുടെ ഒരു ജനപ്രിയ സ്ഥലമായി ഈ ദ്വീപ് മാറി. ദ്വീപിന്റെ പ്രശസ്തി വാമൊഴിയിലൂടെയും മാധ്യമ കവറേജിലൂടെയും വ്യാപിച്ചു. അങ്ങനെ ഒരുപാട് സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ട സ്ഥലമായി മാറി.